ശ്രീരാഗേ, വൈഫ് കോള് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഫോണ് വാങ്ങിയിട്ട് ഇൻസ്റ്റയും വാട്സപ്പൊക്കെ കയറി തപ്പാണ്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? അതിനെന്താ രണ്ടും അൺഇൻസ്റ്റാൾ ചെയ്താൽ പോരെ? കള്ളപ്പന്നി. ഇത് നമ്മുടെ കേരളത്തിലെ ഭർത്താക്കന്മാരെ നേരിടുന്ന ഒരു ആഭ്യന്തര പ്രശ്നമാണ്. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. എന്താണ് സൊല്യൂഷൻ? ഇപ്പോൾ ഭാര്യയ്ക്ക് ഫോൺ കൊടുക്കുന്നതിന് മുന്നേ ഈ സെറ്റിംഗ്സ് ഒന്ന് ഓൺ ആക്കി വെച്ചാൽ മതി. സാറേ, അതിനെ നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആക്സസിബിലിറ്റി ക്ലിക്ക് ചെയ്യുക. ആക്സസിബിലിറ്റി ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൈഡഡ് ആക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലേ, ഈ ഗൈഡഡ് ആക്സസ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ ഒരാൾക്ക് ഫോൺ കൊടുക്കുകയാണ്, അവർക്ക് കോൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോളിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം പവർ ബട്ടന്റെ മുകളിൽ 3 പ്രാവശ്യം പ്രസ് ചെയ്യാം. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ഗൈഡഡ് ആക്സസ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ഇതിൽ സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പാസ്കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാസ്കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ആകെ ഫോൺ എന്നുള്ള ആപ്ലിക്കേഷൻ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പിന്നീട് ആ ഗൈഡഡ് ആക്സസിനെ എക്സിറ്റ് ചെയ്യാനായിട്ട് ഒന്നും കൂടി 3 തവണ പവർ ബട്ടൺ കൂടി ടാപ്പ് ചെയ്യാം. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും. നമ്മൾ സെറ്റ് ചെയ്തുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ എൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ എൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൈഡഡ് ആക്സസ് എൻഡ് ആവും. പിന്നെ നമുക്ക് നോർമലായിട്ട് സാധാ എല്ലാ ആപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷൻ ആവശ്യമുള്ള എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ.